പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 4 പേർ കൂടി പിടിയിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 9 ആയി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ഷഫീദ്, അല്പം മുൻപാണ് DGP റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തരമന്ത്രിയെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് മുഴുവൻ ആളുകളെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. 2 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജിക്ക്, ഇന്നലെ നടന്ന നാടകീയ സംഭവത്തിൽ പോലീസ് ഇന്നലെ ഈ പറയുന്ന പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലടക്കം എത്തി വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടാണ് ആദ്യഘട്ട പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത്. ഈ കേസിൽ നേരിട്ട് പ്രത്യക്ഷമായി വാഹനം അടിച്ചു തകർത്തടക്കം 10 പേര് ആണ് എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തിയത്. ഇന്നലെ 5 പേരെയും ഇന്ന് ഈ സമയം വരെ 4 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശികളായിട്ടുള്ള അനിൽ, അതേപോലെ കിരൺ എന്നിവരെ ഇന്ന് പുലർച്ചെ പിടികൂടി. അതിന് പിന്നാലെ കോട്ടയത്തെ ലോഡ്ജിൽ നിന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അമലിനെ പോലീസ് പിടികൂടുന്നത്. കൂടാതെ വട്ടിയൂർക്കാവ് സ്വദേശിയായ മറ്റൊരാളെ കൂടി, അനിൽകുമാർ എന്നയാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 9 ആയി. വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന 300ഓളം പേരെ പ്രതിയാക്കിയ കേസിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് വധിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി ഇഡി ഉദ്യോഗസ്ഥരെയും സുരക്ഷാ സംഘത്തെയും ആക്രമിച്ചു എന്നുള്ളതാണ്. വാഹനങ്ങൾ തല്ലിത്തകർക്കുകയും ഇഡി ഉദ്യോഗസ്ഥന്റെ കൈക്ക് പരിക്കേൽപ്പിക്കുകയും ഡ്രൈവറുടെ കണ്ണിന് പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വധശ്രമം, അതേപോലെ തന്നെ ആയുധങ്ങളുമായി അന്യായമായി സംഘം ചേരൽ, ഔദ്യോഗിക നിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുള്ളത്. GK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.